ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് എന്ത് പറയണമെന്നും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും എനിക്ക് അറിയില്ല രാജു. ഞാനും നീയും നമ്മളെല്ലാവരും ഒരുപോലെ തകർന്നുപോയി. കരുത്തോടെ നിൽക്കണം. നമുക്കിനിയും ഫൈറ്റ് ചെയ്യണം. ഈ രാജ്യത്ത് ഇനിയും കോടതികളും വക്കീലന്മാരും ഉണ്ടല്ലോ. സുപ്രീം കോടതിയില് അതിപ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരുണ്ട്. ഞാൻ കോടികളെറിഞ്ഞ് അവരെ കൊണ്ടുവരും. ഋതുമോളെ നമ്മൾ രക്ഷിച്ചിരിക്കും. നമ്മുടെ കൂടെ ദൈവമുണ്ട് സാറേ. അതിനപ്പുറം ഒരു കോടതിയില്ല. നിഷ്കളങ്കയും നിരപരാധിയുമായ ഒരു കുഞ്ഞിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ദൈവം സമ്മതിക്കില്ല. ആരൊക്കെ വാളെടുത്താലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരികെ കിട്ടും. ദൈവം നമുക്ക് അനുകൂലമായുള്ളപ്പോ ഈ പ്രതികൂലങ്ങളൊക്കെ മാറിപ്പോവും. ഈ 14 ദിവസങ്ങള് എന്റെ ഹൃദയല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്ന എനിക്കറിയില്ല സർ. അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം ജീവിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയെ ഏതോ ഒരു മഹാദ്രോഹി ചതിച്ചതാ. ചതിച്ചവരുടെ തലയിൽ വെള്ളിടി വീഴും. അവരാരാണെങ്കിലും കഴിഞ്ഞു ചാവും. എന്റെ തൊട്ടടുത്തായിരുന്നു ഋതു ഉണ്ടായിരുന്നത്. അപ്പോഴാ അദ്ദേഹത്തിന് വെടിയേറ്റത്. ഇത് ഋതുമോളെ ജയിലിലാക്കാൻ ഏതോ ലോകദ്രോഹി കരുതിക്കുട്ടി ചെയ്തതാ. ചെയ്തവർക്കൊക്കെ ശിക്ഷ ഉറപ്പല്ലേ? ഈ കണക്കൊക്കെ എഴുതി കാത്തിരിക്കുക കാലം. ചെയ്തവരൊക്കെ വിടക്കിടന്ന് പുഴുവരിച്ച് ചാവും. അതിന് യാതൊരു സംശയവും വേണ്ട. രാജു, ഋതുമോളെ ജയിലിൽ നടക്കാൻ നമുക്ക് പലതും ചെയ്യേണ്ടതുണ്ട്.